കളയില്ല അമ്മ വലക്കൂടെ നമ്മളിന്ന് ഇതായിട്ട് എന്തായിട്ട് ഈസ്റ്റർ ആയിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? ബുബു എന്നാ ഉണ്ടാക്കുന്ന ബിരിയാണിയാണോ? ബിരിയാണി ഇഷ്ടമാണോ? ഇന്ന് അപ്പൊ എല്ലാവർക്കും നമ്മൾ പുതിയ ഇന്ന് നമ്മൾ ബിരിയാണി ഈസ്റ്റർ ആയിട്ട് ബിരിയാണി അടി എന്ത് ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത്? എന്ത് ബിരിയാണി ഉണ്ടാക്കുന്നത്? ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക. ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്ന അറിയോ? ഇതവിടെ നമ്മൾ ബിരിയാണി സെറ്റപ്പ് പരിപാടി എന്നുവെച്ചാൽ മറക്കൂലേ? എന്നിട്ട് ഉള്ളിലേക്ക് ഉണ്ടാക്കി എന്ത് ഉള്ളി കാഷ്നട്ട് വറുത്തു. കാഷ്നട്ട് ആദ്യത്തേത് കുറച്ച് കരിഞ്ഞു, കുഴപ്പമില്ല. അത് ചൂടായപ്പോഴത്തേക്കും നമ്മൾ ഇട്ടതാ, പെട്ടെന്ന് വങ്ങിപ്പോയി. എന്നാലും കരിഞ്ഞ് അങ്ങനെ കുഴപ്പമില്ലല്ലേ? നമുക്ക് ഫുള്ള് അടുപ്പത്തല്ലേ പ്രാവശ്യം? ഗ്യാസിന്റെ ഷോർട്ടേജ്. എന്താ എന്ത് ക്രിസ്മസ് അല്ല ഈസ്റ്റർ ആയിട്ട് അൽമുണ്ടാക്കാൻ നിക്കല്ലേ? ഓ ഇവിടെ എല്ലാരും നോക്കാം. അച്ചി നോക്കട്ടെ ഇത് തന്ന. ഓ കരയില്ല അവിടെ കരയില്ല. നീ ഇതെന്താ ചെയ്യുന്ന? എന്നാടാ ആഹാ ചിക്കൻ വറുത്തെടുക്ക ചേച്ചി? ചെറുതായിട്ടൊന്ന് കേട്ടോ, ചെറുതായിട്ടൊന്ന്. അരി എടുക്കല്ലേ എന്നുവെച്ചാൽ അരിയൊക്കെ ആയിട്ട് വരുന്നു. എന്താണ് പേക്കൊക്കെ വേണ്ടേ? എങ്ങോട്ട് പോവാ? ഇത് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നോ? അപ്പൊ അതിന്റേതായ ബിരിയാണിയാണോ അന്വേഷിച്ച് നെയ്ച്ചോറാണ്? ബിരിയാണി ബിരിയാണി കുഴപ്പം ഫുള്ള് ജയിച്ചു കളിക്കില്ല. ചെല്ലു എല്ലാവരുടെ ഓരോ ലെഗ് കൊണ്ടുവന്ന് 2 ലെഗ് കുറവാ. ലെഗില്ലേ? 2 ലെഗ് കുറവുണ്ട്, എല്ലാവരുടെ ഓരോ ലെഗ് കൊണ്ട്. എന്നാടി ആശില്ല ഇത് 4 ലെഗ് കുറച്ച് മുഴുത്ത പീസായിട്ട് ഇവിടെ മുഴുത്ത ആൾക്കാർ തിന്നാനുള്ളൂ. മുഴുത്ത ഓ അമ്മണ്ടല്ലോ ഇവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കിന്റെ പരിപാടിയാവുക. അതിന്റെ ഇവിടെ വെള്ളം കൂടി അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് വരവ്. നമ്മളെന്താ രാവിലത്തെ ഭക്ഷണം കഴിച്ചോ? എന്തായാലും രാവിലത്തെ ഭക്ഷണം കഴിച്ച് ഒരു 10 ഇവിടെ ഒരുത്തി കിടക്കണ്ടേ. ഇവിടെ പഴയ ബുക്ക് ഞാൻ പോയിരുന്നോടെ കൊണ്ടുവന്നപ്പോ 4 കഷ്ണം. നീ ഇങ്ങോട്ട് വന്നേ. ഓക്കെ ഗെയിമിംഗ് സ്റ്റാർട്ട് ഗെയിമിംഗ്. ബാബാ അവിടെ ഇരുന്നേ. ബാബാ അപ്പൊ മേലെ വാ. അവിടെ ഇരിക്കും അവിടെ ഇരുന്ന് കളിച്ചേ. ഇനി ഇതേ കുറച്ചേരം കൂടിക്കോട്ടോ. എന്താ പറഞ്ഞേ? കുഴപ്പമില്ല, എന്തായാലും കളിച്ചോ. ഞാൻ ബക്കറ്റ് കൊണ്ട് പോണോടി. ഓ അവിടെ എന്താ അലമ്പ്? അലമ്പാക്കല്ല വെട്ടർ ഓഫാക്കിയിരുന്നേ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് പെറുക്കി വെച്ചോണേ. ഇവളെ റബേക്ക അയച്ചതാ. റബേക്കേനെ അച്ഛൻ വിളിക്കുന്നു. റബേക്ക എസ് നീ ബിരിയാണി ഉണ്ടാക്കാൻ വരുന്നുണ്ടോ? നീ എത്ര സമയം എസ്
ഈ അപ്പത്തിന് മുന്നിൽ ഇരിക്കാൻ വേണ്ടിട്ട് നിന്നെയാണ്ടല്ലോ ഇത്. റബേക്കയ്ക്ക് അറിഞ്ഞാലോ അതൊക്കെ എന്തൊക്കെയാന്നുള്ളത്. സിംഹം പുലിയ അതെന്താ പുലി ടൈഗർ. ബിരിയാണി എന്തായിരുന്നു? ബിരിയാണി നമ്മുടെ പീസ് വന്നിട്ട് മുകളായിട്ട് വറക്കുന്നില്ലേ? കാൽ ഭാഗം വറക്കുന്നുള്ളൂ. സംഭവം നമുക്ക് പൊളിക്കൂടെ ചേച്ചി? നമ്മള് 2 മണി അമ്മയും കഴിക്കൂലേ? ചെന്നജി ഇതായിട്ട് നമ്മളൊരു പിടിയും കോഴിയും പിടിക്കാം. ഇന്നല്ല വേറെ എവിടെയും അന്ന് ചിക്കനാറില്ല. പിടിയും കോഴിയോ? പിടിയും കോഴിയും പക്ഷെ പണിയല്ല ചേച്ചി. രാവിലെ തന്നെ പിടിയും കോഴിയും കഴിച്ചോണ്ട് പോകാൻ. ഒരു ടവളിൽ നീ പിടിയും കോഴിയും പിടിക്കും. ആഫ്റ്റർ മാമോയിസ ഇനി പ്രൊഫഷണൽ ജയിലുകാരി. നീ ഒറ്റയ്ക്ക് എന്നിട്ട് 4-5 ഒരു 5-10 പേർക്കുള്ള ഒറ്റയ്ക്ക് ഉണ്ടാക്കൂല ചേച്ചി. എന്ത് അവിടെ 3 പിള്ളേർ ഇരുന്നാലെന്താ ചേച്ചി സൂപ്പറായിട്ട് ഉണ്ടാക്കൂലെ? ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ളൂ ചേച്ചിക്ക്. താങ്ക് യു പുകഴ്ത്തല്ലേ. ഞാൻ അപ്പുറത്ത് പോയി നോക്കട്ടെ. ഫുൾ ടീം ഉണ്ട് അവിടെ. എല്ലാരും സെറ്റല്ലേ അശ്ല? കളിച്ചോ. എന്താ നെക്സ്റ്റ് നമ്മൾ സവാള ഇട്ടിരിക്കുകയാണ്. ഓക്കെ, ഇതൊന്ന് വാടി വരുമ്പോ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അത് കഴിഞ്ഞാൽ ഗ്രേവിയുടെ പകുതി കഴിഞ്ഞു. ചിക്കൻ വറുത്തു. ഉള്ളി അവിടെ കുറച്ച് ഉപ്പിട്ടേ. എന്തിനു ഉള്ളിലേക്ക് വാടാനാ ഉപ്പിടുന്ന? നമ്മള് കല്ലുപ്പാണ് ഇട്ടേക്കുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് ഉപ്പിട്ട ഗ്രേവിക്ക് നമ്മൾ ഉപ്പിടുന്നതായിരിക്കും. പാത്രം കുറച്ച് ഗ്രേവിക്ക് ഉപ്പിട്ടാ മതി. മാറിക്കോ. പൊട്ടിത്തെറിക്കുന്ന അങ്ങ് പോലെ. താങ്ക് യു. റാഹേല് നമ്മളെ സഹായിക്കാൻ വന്നതാണ് അല്ലേ റാഹേലെ? അവിടെ ഒരാള് കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. നോ എടാ എന്താ മിക്കോയോ? ഗബ്രി പോക്കെ ആയോണ്ട് കുഴപ്പമില്ല. താങ്ക് യു റാഹേലെ. ഇല്ല അയ്യോ കരയണ്ടടാ. എസൊക്കെ കളിപ്പിച്ചടാ. നീ കളിപ്പിക്കുന്നില്ല കേട്ടോ നമ്മളെ ഗബ്രീനെ. റാഹേല് കളിപ്പിക്കുമല്ലോ. അല്ല, ചില പ്രത്യേക സാഹചര്യത്താൽ നമുക്ക് ബിരിയാണിന്റെ ഭാഗങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. പോയിട്ടോ എന്ത് അതിനും ഉണ്ടോ എന്നാ കണ്ടോ? ഇവളായിരിക്കും. നമുക്ക് ബിരിയാണിന്റെ കുറെ ഭാഗങ്ങൾ മിസ്സായി റാഹേൽ. കുഴപ്പമില്ല. അടുത്ത ആള് വരുന്നു. എല്ലാരും വരുന്നുണ്ട്. നിന്നെ ഞാൻ എങ്ങനെ എടുക്കുക റാഹേലെ റബേക്ക? അപ്പൊ നമുക്ക് ഇനി ബിരിയാണി ബാക്കി എന്തൊക്കെയായിരുന്നുള്ളത് നോക്കാം അല്ലേ അടി? നിങ്ങൾ ഇവിടെ കിടന്ന് വേറെ അലമ്പാക്കിട്ട് എനിക്കിതൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവന്നോട്ടോ അടുപ്പത്ത്. ഞാൻ നിന്നെ അവിടെ കാണുന്നുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പോ? ഒരു ഹായ് കൊടുക്ക. ഹായ്. നമ്മള് ഇറച്ചി അവിടുന്ന് പുറത്തേക്ക് കൊണ്ടു. അവിടെ ഫുള്ള് അല ഇതവിടെ കൊണ്ട് എടി റബേക്ക അങ്ങോട്ട് പോരെ. റബേക്ക ബിരിയാണി ഉണ്ടാക്കണ്ടേ?
ഇങ്ങോട്ട് കൊണ്ടുവരും അമ്മമ്മ വഴക്ക് പറയും ഇങ്ങോട്ട് കൊണ്ടുവരും കളയല അമ്മ വഴക്കൂറി അമ്മ വഴക്കൂറി ഇവളെ എന്ത് പറ്റി നിനക്ക് വാങ്ങിങ്ങോട്ട് മൈക്ക് പാപ്പൻ തരാം ഇങ്ങോട്ട് ഇതെന്നാ അമ്മയ്ക്ക് കൊടുത്തേ മൈക്ക് തരാത്തോണ്ടോ ചെല്ലു പാപ്പൻ തരാം ചെല്ലു എന്നിട്ട് നമ്മളിവിടെ ചിക്കൻ കറി റെഡിയായി ചിക്കൻ റെഡിയായി ഇനിയിപ്പോ അന്വേഷിച്ച് നമ്മള് റൈസ് സോ സിമ്പിൾ പെട്ടെന്നാവൂല പെട്ടെന്ന് വീണ്ടും കൊണ്ടോ എന്താ പറയുന്ന ഹിന്ദിയില് ഇങ്ങോട്ട് വരാന്ന് പറയുന്നത് എങ്ങനെയാ എന്തൊക്കെയാ ഹിന്ദിയിൽ എങ്ങനെ ഇങ്ങോട്ട് വരാന്ന് എങ്ങനെയാ പറയാ ജാവോ ആണോ അങ്ങോട്ട് പോവാൻ എങ്ങനെയാ പറയാ ഹിന്ദിയില് അങ്ങോട്ട് പോവാണ് ജാവോ ഭക്ഷണം കഴിക്കുന്ന ചോദിക്കാ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നതിന് എങ്ങനെയാ പറയാ അല്ലെങ്കിൽ മൈക്ക് പാപ്പം വാങ്ങും കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്ന അയ്യോ അതാണ് പഠിപ്പിക്കുന്നത് കേട്ടോ മൈക്ക് ശരിക്കും വെക്കാൻ തരാം മൈക്ക് ശരിക്കും വെക്കും ഭൂനെന്താ അറിയാ ഭൂനെന്താ മൈക്ക് ശരിക്കും എവിടെ പോയി എല്ലാരും റാനില് പോയി ഇനി നമ്മുടെ അടുത്തതായി നമ്മുടെ റബേക്കന്റെ പാട്ടുണ്ട് റബേക്ക പാടിക്ക ഏത് പാട്ട് നോ പിന്നെ റാഹേലേന്ന് വന്ന റാഹേലിന്റെ അവിടെ മാറിയിരിക്കുന്നു ഇങ്ങോട്ട് വാ ജോപ്പാപ്പ ബിരിയാണി പൈസ കൊടുത്ത് വാങ്ങായിരുന്നു ഇങ്ങോട്ട് വാ റാഹേൽ ഇങ്ങ് വന്ന നിക്ക് അയ്യോ അത് അവിടെ കൊണ്ട് വെക്ക് ഏസയ്ക്ക ഇനി നമ്മള് ബിരിയാണി ഉണ്ടാക്കാൻ പോണേ അശ്വിന്റെ അഭിപ്രായത്തിൽ ബിരിയാണി വാങ്ങുമായിരുന്നു അല്ല അപ്പൊ ഇല്ലല്ല ഇത് പാപ്പം പിടിക്കാം ഇതാട്ടോ ഇവര് ഉദ്ദേശിക്കുന്ന പരിപാടി അതായത് ബിരിയാണി ഇന്ന് വെക്കുക എന്നിട്ട് ഇന്ന് രാത്രി നാളെ രാവിലെ ഇല്ല നിക്ക് പറയുന്ന കേക്ക് നീ റാഹേലിന്റെ തള്ളല്ലട അതിനെ അങ്ങോട്ട് ഇറങ്ങി നീ കേരള റബേക്ക റാഹേലെ എസയ്ക്ക് അതിന്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് പോയി തുറക്കണ്ടാ ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന കാണിക്കാൻ പറ്റില്ല അത് ലാസ്റ്റ് ഒരു എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം എന്നുവെച്ച് പഠിപ്പിക്കാൻ ബിരിയാണി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ അവസാനം വെച്ച് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഇനി നീ എന്ത് നീ വീണ്ടും വന്നു ബിരിയാണി ഇതാണോ ബിരിയാണി ഇനി നമ്മൾ ദമ്മൊക്കെ വെച്ച് കൊണ്ടുവരാൻ കഴിച്ചു ഇല്ലാത്ത പരിപാടി നോക്കട്ടെ പൊട്ടിച്ചിട്ടൊന്നുമില്ല ചെറിയ രീതിയിൽ പൊട്ടിച്ചുള്ളൂ അപ്പോഴേക്കും തന്നെ 2 സൈഡായി
ഒന്ന് സൈഡായി. അപ്പൊ മറ്റേ കൂടി നമ്മൾ സൈഡാക്കട്ടെ. ഇവിടെ കിടന്നു. ഓ ഓ. ഓ ഓ ഓ ഓ ഓ ഇല്ല പനിമുത്ത് കിടന്നു. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ. ഓ ഓ ഓ ഓ ഓ കിടന്നു. ഉറങ്ങി. മിഷൻ സക്സസ് കംപ്ലീറ്റഡ്. ഓ ഓ ഓ ഓ ഓ. അത് മാറ്റി ചെന്നൈ മോളിത്. അങ്ങനെ നമ്മുടെ ബിരിയാണി പരിപാടി ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആഹാ. തിരക്കിന്റേതായ പ്രശ്നങ്ങളുണ്ട്. തിരക്കിൻ്റെതായി എന്ത് പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ ഒന്നും നല്ലോണം വെന്ത പോലെ അടിയത്തേത് വെന്തതാ. അടിയത്തേത് നോക്കാം. അടിയത്തെ വന്നു. മുകളിലേക്ക് കുറച്ച് വേവ് കുറഞ്ഞുണ്ട്. പക്ഷെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് തിന്നു. ഇല്ല അന്നേജി, അത് മുകളിൽ നിന്ന് അടിയിലേക്ക് വരുമ്പോഴേക്കും ശരിയാവുമായിരിക്കേ. കുറച്ചു നേരം തിരിച്ചിട്ടാ മതി. പക്ഷെ അന്നേജി, ആഹാ ഗ്രേവിന്റെ നല്ല സൂപ്പർ മണമുണ്ട്. അയ്യന്റെ വീട്ടിൽ നിന്ന് ബിരിയാണി ഉണ്ടായിരുന്നോ? അപ്പൊ നിന്റെ മുഖത്തൊരു പന്നി കരയുന്നുണ്ട്. എല്ലാരും രണ്ട് പിള്ളേരും കിടന്നു. ഇനിയിപ്പോ ബാക്കി 3 പേരും കൂടെ ഉള്ളു കേട്ടോ. അപ്പൊ ഇതാ ഒന്ന് വന്നു. നമ്മള് എല്ലാവർക്കും കൂടി ഭക്ഷണം വിളമ്പി പരിപാടി. ഹാപ്പി ഈസ്റ്റർ. 2 മണിയായി അതിന്റെ റബേക്ക അല്ലേ? 2 മണിയായി. ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാതെ വരുന്നത് കേട്ടോ. റബേക്ക കയറിയിരിക്കുക. അടി നിലത്തിരിക്കരുത് റബേക്ക. കസേരയിലിരിക്കേ. നിന്നെയാണല്ലോ അവള് ശരിയല്ല. പുതിനയില ചമ്മന്തി, ചള്ളാസ്. ഇതിന് തൈരെന്ന് പറയും. ഓ അടിക്കല്ലടാ. റാഹേല നമ്മള് ഷെഫ് അന്ന മരിയ തോമസ്. എന്താ ഇല്ല ഇത് ചെറുതായിട്ടൊന്നും വേവ് കുറവുണ്ടോ എന്ന് അന്യാമതിയേക്കും സംശയം. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓരോ പിള്ളേരൻ. അപ്പൊ വഴി എവിടെ? ഞാൻ നടക്ക്. മീന് നമുക്ക് കുറച്ചുണ്ട് പിടിക്കാം മോനെ. വാ. ഞാൻ അല്ല അയ്യൂനെ ഇൻസ്റ്റയിൽ ഒരു ചങ്ങായില്ലേ, അവൻ പിള്ളേരൊന്നും അടിക്കത്തില്ല. പിള്ളേരൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരും. ഞാൻ അതേമാതിരി കേട്ടോ. ഇവനോട് കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായത് എന്റെ മോനെ ജോൺ ബാബും വാരി തരണം അല്ലേ? എന്തുപറ്റി ഇത്ര ഇത് സ്നേഹം? എടാ അയ്യൂനെ ഒരു പ്ലേറ്റ് എടുത്തിരുന്നേ സംഭവം. നിനക്കും മാറി തരണോ? ആൻവാശൊക്കെ ഇട്ട് കഴിക്കും. ഓ ആൻവാശൊക്കെ ഇട്ട് ചക്കൻ കഴിയുള്ളൂ. എടാ അയ്യൂനെ എന്നിട്ട് സംഭവം ഉഷാറായിട്ടോ. എന്നിട്ട് കൊള്ളാം. എടാ അയ്യൂന ഇനി ബാക്കിയുള്ളവരൊക്കെ വരാൻ സമയം എടുക്കും. ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചു തുടങ്ങാതെ. അപ്പൊ ഇതൊക്കെ കല്യാണം പിന്നെ നമ്മള് മറ്റേ ഉണ്ടാക്കുന്നുണ്ടല്ലേ, ഒരു സോഡയും കൊണ്ട് ഒരു ഐറ്റംസും കൂടെ ഉണ്ട്. സോഡ ലൈമും കൂടെ ഉണ്ട്. ഫ്രഷ് ലൈം പോലെ ഉണ്ട്. കൊള്ളാം. ചിക്കൻ. ഓ
ഇവിടെ ഇരിക്ക്. ഇവിടെ ഇരിക്ക്, യേശു. യേശു ഇവിടെ ഇരിക്ക്. ഇവിടെ ഇരിക്ക്, യേശു. എന്നതാ സാധനം? തിന്നാ. ആ, പൈനാപ്പിൾ ലൈം. പൈനാപ്പിൾ ലൈം എന്താണ് മൊജിറ്റോ? എന്താ? മൊജിറ്റോയോ? മൊയ്തോ. മൊയ്തോ. ആ, മൊയ്റ്റോ എന്താ? പിന്നെ പൈസ എന്ത്? 100 രൂപ കൊടുത്താൽ മൊയ്ത്തോയാണ് എല്ലാരും കുടിച്ചു. അതോടുകൂടി നമ്മളെ വലിച്ചു കുടിച്ചില്ലേ രൂപ? ഒറ്റ വലിക്ക് രൂപ കുടിച്ചു. ഒറ്റ കളിക്കാനെ കുടിച്ചു. എന്നെ വെച്ചാൽ ഗ്യാസ് ഇപ്പൊ പോകുന്നു കുടിച്ചു. ആ, മതി. മൊയ്ത്തോ. ഇങ്ങ് തന്നേരെ. അപ്പൊ എല്ലാരും മൊയ്ത്തോയും കുടിച്ചു. മതി. വാ, റബേക്ക നമുക്ക് ഇഷ്ടപ്പെട്ട അവിടെയുണ്ട് വാ. മൂടി ആ, ഈസ്റ്ററിന്റെ റബേക്ക കുടിച്ച് അശ്ല ഈസ്റ്ററിന്റെ ഇവിടെയുണ്ട് വാ. ഇനി നമുക്ക് വേറെ ഷുട്ടടിയൊക്കെ ഉണ്ട്. വാ. ഇതിന്റെ കൂടി ഒന്നിന് കൊള്ളത്തില്ല. ഞാൻ വിളിച്ച കൊള്ളത്തില്ല. പക്ഷെ ബിരിയാണിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ആകെ നോക്കി ഓർത്തില്ലാത്ത അടുത്ത വീഡിയോ കാണാം. അതിനെ പിടിച്ചോട്ടോ പോയി